ബോളിവുഡിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർമാരിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ എന്നതിലുപരിയായി തന്നെ DQവിന് ആളുകൾക്കിടയിൽ വലിയൊരു സ്ഥാനമുണ്ട്. ഉസ്താദ് ഹോട്ടൽ, ചാർലി, ABCD, ബാംഗ്ലൂർ ഡേയ്സ്, വിക്രമാദിത്യൻ, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, പറവ എന്നീ ഹിറ്റ് ചിത്രങ്ങളോടെയാണ് താരം മലയാള സിനിമയിലെ തന്റെ സ്ഥാനം ഊട്ടിയുറപ്പിച്ചത്. സമീപകാലത്ത് അന്യഭാഷാ ചിത്രങ്ങളിലൂടെ പാൻ ഇന്ത്യൻ ലെവലിലേക്കും ഉയരാൻ ദുൽഖറിന് സാധിച്ചു. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം മലയാളത്തിൽ നിന്ന് ചെറിയ ഇടവേളയെടുത്തിരുന്നെങ്കിലും അടുത്തിടെ എത്തിയ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ കേരളത്തിലും വലിയ വിജയമായിരുന്നു. എന്നാൽ സിനിമാ മേഖലയിലെ തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് അധിക സമയം വേണ്ടി വന്നില്ല. മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിൽ നിന്നും DQ ആയി വളർന്ന ദുൽഖർ എന്ന പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. ആദ്യ സിനിമകൾക്ക് ശേഷം തനിക്ക് NRI ടാഗ് വന്നെന്നും എന്നാൽ തനിക്ക് അതിഷ്ടമല്ലെന്നും ദുൽഖർ പറയുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് തനിക്ക് ആ ടാഗ് വന്നതെന്ന് അറിയില്ലെന്നും എന്നാൽ അത്തരം ഒരു ടാഗ് വേണമെന്ന് തനിക്ക് ആഗ്രഹമില്ലായിരുന്നുവെന്നും ദുൽഖർ പറയുന്നുണ്ട്. എന്റെ ആദ്യ 3 ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ സെക്കൻഡ് ഷോ, ഉസ്താദ് ഹോട്ടൽ, തീവ്രം എന്നീ 3 ചിത്രങ്ങൾ 3 ടൈപ്പ് സിനിമകളായിരുന്നു. 3 തരം കഥാപാത്രങ്ങളെയുമാണ് ആ ചിത്രത്തിൽ അഭിനയിച്ചത്. അത് കഴിഞ്ഞ് ചെയ്ത ABCDയും മറ്റ് 5-6 പടങ്ങളിലും മൊത്തം എനിക്കൊരു NRI ടാഗ് വന്നു. ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ വിളിക്കുന്നതും എനിക്കിഷ്ടമല്ല. ഞാൻ അതിൽ മാത്രമേ നന്നായി പെർഫോം ചെയ്യൂ എന്നൊരു ടാഗ് വേണം എന്നില്ലായിരുന്നു. ഉസ്താദ് ഹോട്ടൽ കൺസീവ് ചെയ്യുമ്പോൾ ആ പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ സിനിമയിൽ വരാൻ പോലും പ്ലാൻ ഇട്ടിട്ടില്ലെന്നും താരം പറയുന്നു. അതിനു മുമ്പ് ആ ചിത്രമുണ്ട്. ABCD പിന്നെ അങ്ങനെയുള്ളൊരു ഐഡിയ ആണ്. മാത്രമല്ല ആ ടാഗ് അല്ലാതെ തന്നെ എനിക്ക് ചോക്ലേറ്റ് ബോയ് ടാഗ് കൂടി വന്നിരുന്നുവെന്നും ദുൽഖർ സൽമാൻ പറയുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.